എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറേയധികം വസ്തുതകൾ നോക്കുന്നുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനും അതുപോലെ തന്നെ 10th ലെവൽ എക്സാമിനേഷനും ഒക്കെ പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം വസ്തുതകൾ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ 1857 വിപ്ലവം അല്ലേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന ഏടുകളിൽ ഒന്നാണ് 1857 വിപ്ലവം എന്ന് പറയുന്നത്. 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്താനാണ്. ഒന്നാമത്തത് നോക്കിയ കാൺപൂരിൽ നാനാ സാഹിബ്, ബീഹാറിലെ ആരയിൽ വാജിദ് അലി ഷാ, മൂന്നാമത്തത് ലക്നൌവിലെ കൻവർ സിംഗ്, അതുപോലെ തന്നെ ഫൈസാബാദിൽ ഷാമൽ. അപ്പോൾ ഇതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. കാൺപൂരിൽ നേതൃത്വം നൽകിയതായിരുന്നു നാനാ സാഹിബ്. നാനാ സാഹിബിനോടൊപ്പം മറ്റാളും കൂടെ നേതൃത്വം നൽകിയിരുന്നു. ആരാടെ? താന്തിയ തോപ്പി. നാനാ സാഹിബിനോടൊപ്പം തന്നെ താന്തിയ ടോപ്പിയും നേതൃത്വം നൽകിയിരുന്നു. ആ വസ്തുത അറിഞ്ഞിരിക്കണം. ലക്നൌവിൽ ആരാ നേതൃത്വം നൽകിയത്? ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൌവിലെ കൻവർ സിംഗ് അല്ല, ബീഗം ഹസ്രത്ത് മഹലാണ്. ഡൽഹിയിൽ ആരാണ് നേതൃത്വം നൽകിയത്? ഫഖ്ത് ഖാൻ, അതായത് ബഹദൂർ ഷാ രണ്ടാമന്റെ സൈന്യാധിപനായ ഫഖ്ത് ഖാൻ ആണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയതെന്നറിയാം. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി ആണ്. ആ വസ്തുതയും നിങ്ങൾക്കറിയാം. അപ്പോൾ 1857 വിപ്ലവത്തിൽ ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആരാടെ? മൗലവി അഹമ്മദുള്ളയാണ്. ഇവിടെ ഷാമൽ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത്. ഈ മൗലവി അഹമ്മദുള്ളയെ ഒരു പേരിലറിയപ്പെടും. എന്താണെന്ന് അറിയുമോ? വിപ്ലവത്തിന്റെ വിളക്കുമാടം. എക്സാമിന് ചോദിക്കാം. വിപ്ലവത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി അല്ലെ 1857 വിപ്ലവത്തിൽ പങ്കെടുത്തത്, ഫൈസാബാദിൽ നയിച്ചത്, വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായ മൗലവി അഹമ്മദുള്ളയാണ് വിപ്ലവത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെടുന്നത്. ലൈറ്റ് ഹൗസ് ഓഫ് റിബലിയൻ എന്നാണ്. അവധ് മേഖലയിലെ വിപ്ലവത്തിന്റെ വിളക്കുമാടം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹത്തെ മറ്റൊരു പേരിലും വിളിക്കപ്പെടാറുണ്ട്, ഡങ്ക ഷാ. അപ്പോൾ മൗലവി അഹമ്മദുള്ള ഷായെ എങ്ങനെ വിളിക്കാറുണ്ട്? ഡങ്ക ഷാ എന്ന് വിളിക്കുക. എന്തുകൊണ്ടാണ് ഡങ്ക ഷാ എന്ന് വിളിച്ചത്? തന്റെ പ്രസംഗങ്ങൾക്കും സന്ദേശങ്ങൾക്കും പ്രചാരം നൽകാൻ മൗലവി അഹമ്മദുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? നഗരങ്ങളിലൂടെ ഈ നഗാര മുഴക്കി, നഗരങ്ങളിലൂടെ നഗാര, അതാണ് ഈ ഡങ്ക എന്ന് പറയുന്നത്, നഗാര മുഴക്കി സഞ്ചരിച്ചതിനാലാണ് മൗലവി അഹമ്മദുള്ളയെ എന്ത് വിളിച്ചത്? ഡങ്ക ഷാ എന്ന് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായി കണക്കാക്കുന്നുണ്ട് മൗലവി അഹമ്മദുള്ള. അദ്ദേഹത്തെ പിടികൂടുന്നവർക്ക് 50,000 വെള്ളി നാണയങ്ങൾ പ്രതിഫലമായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, 1857 പ്രസിദ്ധമായ ചിൻഹട്ടി യുദ്ധമുണ്ട്. ഈ ചിൻഹട്ടി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ പരാജയപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലവി അഹമ്മദുള്ള. അതറിഞ്ഞിരിക്കണം. ചിൻഹട്ടി യുദ്ധം മൗലവി അഹമ്മദുള്ള ഷായുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1857 പ്രസിദ്ധമായ ചിൻഹട്ടി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ പരാജയപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് മൗലവി അഹമ്മദുള്ള. 1858 ജൂൺ 5 ബ്രിട്ടീഷ് ഏജന്റുകളാലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കൊല്ലപ്പെടുന്ന. ആര്? മൗലവി അഹമ്മദുള്ള. ഇപ്പോൾ ഫൈസാബാദിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ഷായാണ്. എന്നാൽ ആരയിലോ, ബീഹാറിലെ ആരായിലെ നേതൃത്വം നൽകിയത് ആരാടെ? കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് ആണ് ബീഹാറിലെ ആരായിലെ നേതൃത്വം നൽകിയത്. ബീഹാറിലെ സിംഹം, എക്സാമിന് ചോദിക്കാം. ബീഹാറിലെ സിംഹം എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? കൻവർ സിംഗിനെയാണ് ബീഹാറിലെ സിംഹം എന്നറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഈ വിപ്ലവത്തിന് ആറയില് വിപ്ലവത്തിന് നേതൃത്വം നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സെന്ന് പറയുന്നത് 80 വയസ്സുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ബീഹാറിലെ ജഗദീഷ്പൂരിലെ ഒരു പ്രാദേശിക സമീന്ദാർ ആയിരുന്നു കൻവർ സിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഗറില്ല യുദ്ധമുറകളിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു ബ്രിട്ടീഷുകാരുടെ നേരിടാനായിട്ട്. അദ്ദേഹത്തിന്റെ സഹോദരനെ കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും, അമർ സിംഗ്. ഈ അമർ സിംഗും എന്ത് ചെയ്തിട്ടുണ്ട്? യുദ്ധത്തില്, അതായത് 1857 വിപ്ലവത്തില്
പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ആരുടെ? വാജിദ് അലി ഷാ. നമുക്ക് അറിയാം, ഇന്നത്തെ ഉത്തർപ്രദേശിന്റെ ഭാഗമായിട്ടുള്ള അവധ്, ഈ അവധിലെ 10ാമത്തെയും അവസാനത്തെയും നവാബായിരുന്നു ആര്? വാജിദ് അലി ഷാ. വാജിദ് അലി ഷാ ആരായിരുന്നു? ഇന്നത്തെ ഉത്തർപ്രദേശിന്റെ ഭാഗമായ അവധിലെ 10ാമത്തെയും അവസാനത്തെയും നവാബായിരുന്നു ആര്? വാജിദ് അലി ഷാ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വാജിദ് അലി ഷായെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കുമ്പോൾ ആകുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾക്കറിയാമായിരിക്കും, 1851 ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു പറഞ്ഞൊരു വാചകമുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു ഈ അവധിനെ കുറിച്ചാണ് പറഞ്ഞത്. A cherry that will drop into our mouth one day. A cherry that will drop into our mouth one day. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിപ്പഴമാണ് എന്നാണ് അവധ് രാജ്യത്തെ കുറിച്ച്. അവധ് രാജ്യം വൈകാതെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമാകുമെന്ന് ആര് പറഞ്ഞു? ഡൽഹൌസി പറഞ്ഞു. അങ്ങനെ 5 വർഷത്തിന് ശേഷം 1851 അത് പറയുന്നത്. 1856 ഭരണപരിഷ്കരണം ശരിയല്ല എന്ന് ആരോപിച്ച് എന്ത് ചെയ്തു? ഡൽഹൌസി അവധിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുകയും ഇങ്ങനെ ഈ നടപടിയാണ് നവാബ് വാജിദ് അലി ഷായെ നാട് കടത്താനും അദ്ദേഹത്തിന്റെ പത്നിയായിരുന്ന, കേട്ടിട്ടുണ്ടാവും, ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹലിനെ 1857 വിപ്ലവത്തിൽ നേതൃത്വം ലക്നൌവില് ഏറ്റെടുക്കാൻ കാരണമായത് നവാബ് വാജിദ് അലി ഷായെ നാട് കടത്താനും അതിന് ശേഷം എന്ത് ചെയ്തു? പത്നിയായ ബീഗം ഹസ്രത്ത് മഹൽ 1857 വിപ്ലവത്തിൽ ലക്നൌവില് നേതൃത്വമൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ വാജിദ് അലി ഷാ ആരാണെന്ന് മനസ്സിലായല്ലോ. വാജിദ് അലി ഷായെ നാട് കടത്തപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പത്നിയായ ബീഗം ഹസ്രത്ത് മഹൽ എന്ത് ചെയ്തത്? ലക്നൌവില് നേതൃത്വം 1857 വിപ്ലവത്തില് നേതൃത്വം ഏറ്റെടുത്തത്. അപ്പോൾ ഈ 1857 വിപ്ലവത്തിന് തന്നെ പെട്ടെന്നുണ്ടായ കാരണം, അതുപോലെ തന്നെ വിപ്ലവത്തിന് തൊട്ട് തലേവർഷം 1856 ഭരണപരമായ കെടുകാര്യസ്ഥത ആരോപിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ വാജിദ് അലി ഷായെ ഭരണത്തിൽ നിന്നൊക്കെ മാറ്റുകയും നാടുകടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ വാജിദ് അലി ഷായെ സ്ഥാനഭ്രഷ്ടനാക്കിയ ശേഷം അവധിനെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ചേർത്തതും ജനങ്ങൾക്കിടയിലും സൈനികർക്കിടയിലും വലിയ അമർഷമൊക്കെ ഉണ്ടായി. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഈ നവാബ് വാജിദ് അലി ഷായെ കൊൽക്കത്തയിലെ മെറ്റിയ ബ്രൂസിലേക്കാണ് നാട് കടത്തുന്നത്. അത് ഓർത്തിരിക്കണം, എക്സാമിന് ഒരു പക്ഷേ ചോദിക്കാം. കൊൽക്കത്തയിലെ മെറ്റിയ ബ്രൂസിലേക്കാണ് നാട് കടത്തുന്നത്. ആ സമയത്ത്, അതായത് 1857 വിപ്ലവം നടക്കുമ്പോൾ അദ്ദേഹം മെറ്റിയ ബ്രൂസിൽ ആയിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടെ? അതുപോലെ തന്നെ ഈ വാജിദ് അലി ഷാ ഒരു ഭരണാധികാരി എന്നതിലുപരി കവിയും നർത്തകനും സംഗീതജ്ഞൻ എന്നീ നിലകളിലൊക്കെ അദ്ദേഹം പ്രശസ്തനായിരുന്നു. നമ്മുടെ കഥക് ഉണ്ടല്ലോ, ഈ കഥക് നൃത്തരൂപത്തിന്റെ വളർച്ചയിൽ വളരെയധികം പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ആര്? വാജിദ് അലി ഷാ. ഓക്കെ അല്ലേ? അപ്പോൾ കുറച്ച് വസ്തുക്കൾ അതുകൊണ്ട് മനസ്സിലാക്കി അല്ലേ? നമ്മൾ ഒരുപക്ഷെ ചിലതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഇനി ഇതിനകത്ത് ഷാമൽ ആരാടെ? ഷാമൽ എക്സാമിന് ഒരു പക്ഷെ ചോദിക്കാം. 1857 വിപ്ലവത്തിൽ ഉത്തർപ്രദേശിലെ ബാഗ്പത്ത് ഉണ്ട്. ഈ ഉത്തർപ്രദേശിലെ ബാഗ്പത്ത് ജില്ലയിലെ ബെറൌട്ട് മേഖലയിൽ നേതൃത്വം നൽകിയ പ്രാദേശിക നേതാവാണ് ഷാമൽ എന്ന് പറയുന്നത്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ 1857 വിപ്ലവത്തിൽ ഉത്തർപ്രദേശിലെ ബാഗ്പത്ത് ജില്ലയിലെ ബെറൌട്ട് മേഖലയിൽ നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ആര്? ഷാമൽ. അദ്ദേഹം ഒരു കർഷക നേതാവായിരുന്നു, ഒരു സാധാരണ കർഷകനായിരുന്നു. ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കർഷകരെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ബാഗ്പത്തിലെ ചരൌസി ദേശ്, അതായത് 84 ഗ്രാമങ്ങൾ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ജനങ്ങളെ അദ്ദേഹം ഒരുമിപ്പിക്കുന്നുണ്ട്. വിപ്ലവകാലത്ത് അദ്ദേഹം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ പുറത്താക്കി സ്വന്തമായി ഒരു ഭരണമൊക്കെ അവിടെ സ്ഥാപിക്കുന്നുണ്ട്, ഒരു സമാന്തര ഭരണം. ലണ്ടനുമായുള്ള ബ്രിട്ടീഷുകാരുടെ ആശയവിനിമയ ബന്ധങ്ങൾ തകർക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഷാമൽ. 1857 ജൂലൈയിൽ
ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ റോബർട്ട് ഡൺലപ്പിന്റെ, ഓർത്തിരിക്കണം, റോബർട്ട് ഡൺലപ്പിന്റെ നേതൃത്വത്തിലുള്ള സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഷാമൽ കൊല്ലപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം നമ്മൾ ഒരുപക്ഷെ കേട്ടില്ലാത്ത വസ്തുതകൾ കൂടി മനസ്സിലാക്കി എക്സാമിന് പ്രയോജനം ചെയ്യും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച്, നമുക്കറിയാം പട്ടിണി ജാഥ എന്ന് കേൾക്കുമ്പോൾ തന്നെ AK ഗോപാലനാണ്. അത് 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്കാണ് പട്ടിണി ജാഥ AK ഗോപാലൻ നയിക്കുന്നത്, കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക്. അപ്പോൾ AKG 1936 ജൂലൈ 7 ജാഥ ആരംഭിക്കുന്നത്. ആ തീയതി ഓർത്തിരിക്കണം. 1936 ജൂലൈ 7 AKG ജാഥ, പട്ടിണി ജാഥ ആരംഭിക്കുന്നത്. യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? കണ്ണൂരിലെ കണ്ണാടിപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച് ഇന്നത്തെ ചെന്നൈയായ മദ്രാസിലേക്കായിരുന്നു ഈ പദയാത്ര എന്ന് പറഞ്ഞ 1936 ജൂലൈ 7 ആരംഭിച്ചത്. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഈ പട്ടിണി ജാഥയുടെ ലക്ഷ്യം എന്തായിരുന്നു? മലബാറിലെ കർഷകർ അനുഭവിച്ചിരുന്ന കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും മദ്രാസ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതായിരുന്നു ഈ പട്ടിണി ജാഥ നയിച്ചതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? മലബാറിലെ കർഷകർ അനുഭവിച്ചിരുന്ന കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും മദ്രാസ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, ഭക്ഷണം നൽകുക അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുക. ഇത് ഏതിന്റെ മുദ്രാവാക്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം നൽകുക അല്ലെങ്കിൽ ജയിലിലടയ്ക്കുക എന്നുള്ളത് AKG നടത്തിയ പട്ടിണി ജാഥയുടെ മുദ്രാവാക്യമായിരുന്നു. AKG ഉൾപ്പെടെ 32 പേരാണ്, ഓർത്തിരിക്കണ എണ്ണം കൂടി AKG ഉൾപ്പെടെയാണ് 32 പേരാണ് ഈ പദയാത്രയിൽ പങ്കെടുത്ത അംഗങ്ങൾ. ഏകദേശം 750 മൈൽ, അതായത് ഏകദേശം 1200 കിലോമീറ്റർ അവർ കാൽനടയായിട്ട് കണ്ണൂരിലെ കണ്ണാടിപ്പറമ്പ് മുതൽ ചെന്നൈ വരെ, മദ്രാസ് വരെ കാൽനടയായി സഞ്ചരിച്ചു. അങ്ങനെ ഈ ജാഥ കടന്നുപോയ വഴികളിലെല്ലാം വലിയ ജനപിന്തുണയൊക്കെ ലഭിക്കുന്നുണ്ട്. കേരളത്തിലെയും മദ്രാസിലെയും സാധാരണക്കാർക്കിടയിൽ അങ്ങനെ രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കാൻ സഹായിച്ച ഒന്നാണ് AKG നയിച്ച പട്ടിണി ജാഥ. അങ്ങനെ സെപ്റ്റംബർ മാസത്തില് മദ്രാസിലെത്തിയപ്പോൾ അവർക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. AKGയെ കുറിച്ച് മറ്റെന്തൊക്കെ വസ്തുതകൾ നിങ്ങൾക്കറിയാമടെ? ഭാരതത്തിലെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവായിരുന്നു ആര്? ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ എന്ന AK ഗോപാലൻ അല്ലെ? AKG ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ, പാവങ്ങളുടെ പടത്തലവൻ. എക്സാമിന് ചോദിക്കാറുണ്ട്, പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? AK ഗോപാലനായിരുന്നു. 1904 ഒക്ടോബർ 1 കണ്ണൂരിലെ പെർളശ്ശേരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1931 നമുക്കറിയാം ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AK ഗോപാലൻ. അയിത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങി എന്നറിയാം. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AKG ആയിരുന്നു. AKG പാർലമെന്റിൽ ജനകീയ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ കിസാൻ സഭ നിങ്ങൾക്കറിയാം, കർഷക പ്രസ്ഥാനമായിട്ടുള്ള അഖിലേന്ത്യാ കിസാൻ സഭയുടെ അധ്യക്ഷനായി സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായകനും സ്വാതന്ത്ര്യ സമര സേനാനിയും ഒക്കെ ആയിരുന്നു നമുക്ക് പറയാം AK ഗോപാലൻ. എൻ്റെ ജീവിത കഥ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. AKGയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിതകഥ. ഓക്കെ അല്ലേ? ആരുടെ? മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. നവോത്ഥാന നായകനും സന്ധിയില്ലാത്ത സ്വാതന്ത്ര്യ പോരാളിയുമായിരുന്നു ആര്? മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. 1898 ജനിക്കുകയും 1945 മരണമടയുകയും ചെയ്ത നവോത്ഥാന നായകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു ആരുടെ? മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കുറേയധികം കേട്ടിട്ടുണ്ടാവും. 1924 എക്സാമിന് ചോദിക്കും. 1924 കോഴിക്കോട് നിന്ന് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് ആരംഭിച്ച പത്രമാണ് അൽ അമീൻ എന്നുള്ളത്. എന്താണ്? 1924 കോഴിക്കോടിൽ നിന്ന് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് ആരംഭിച്ച പത്രമാണ്. ജനങ്ങളിൽ ദേശീയാവബോധം വളർത്താനും
മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനുമായിട്ട് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് ആരംഭിച്ച പത്രമാണ് അൽ അമീൻ 1924. അതുപോലെ തന്നെ മലബാർ കലാപ സമയത്ത് നമുക്കറിയാം ഖിലാഫത്ത് പ്രസ്ഥാനം 1921 മലബാർ കലാപ സമയത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കാനും മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. 1939 അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അറിയാല KPCC എന്ന് പറയുന്ന കേരള സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി അല്ലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ 1939 മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആശയങ്ങൾ ആകൃഷ്ടനായ വ്യക്തിയായിരുന്നു മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. അദ്ദേഹം എക്സാമിന് ചോദിക്കാം കേരളത്തിലെ ഫോർവേഡ് ബ്ലോക്കിന്റെ പ്രധാന നേതാവ്. അപ്പൊ കേരളത്തിലെ ഫോർവേഡ് ബ്ലോക്കിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബാണ്. പയ്യന്നൂരിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ബ്രിട്ടീഷ് പോലീസ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും കണ്ണൂർ ജയിലിലൊക്കെ അടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1945 നവംബർ 23 മലപ്പുറത്തെ കൊടിയത്തൂരിൽ ഒരു പൊതുപരിപാടി കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഹൃദയാഘാതം മൂലം അന്തരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി നവോത്ഥാന നായകരെ കുറിച്ചൊക്കെ പ്രത്യേക ക്ലാസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേളപ്പനെ കുറിച്ചും അനന്തഗോപാലിനെ കുറിച്ചൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമാകും. അടുത്തൊരു ക്വസ്റ്റ്യൻ 1615 ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണെന്ന്. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. ഓപ്ഷൻ എ റാൽഫിച്ച്, ഓപ്ഷൻ ബി ക്യാപ്റ്റൻ റുഡോൾഫ്, ഓപ്ഷൻ സി ക്യാപ്റ്റൻ വില്യം കീലിംഗ്, ഓപ്ഷൻ ഡി അഡ്മിറൽ നെൽസൺ. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ്. ക്യാപ്റ്റൻ വില്യം കീലിംഗ്. അപ്പോൾ ഈ ക്യാപ്റ്റൻ കീലിംഗിന്റെ ഇന്ത്യയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നതിന് 1615 മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിന്റെ മലബാറിലേക്ക് ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമൻ രാജാവിന്റെ പ്രതിനിധിയായി സർ തോമസ് റോ വരുന്നുണ്ട്. ഈ സർ തോമസ് റോയെ എത്തിച്ച കപ്പൽ വ്യൂഹത്തെ നയിച്ച വ്യക്തിയാണ് ക്യാപ്റ്റൻ വില്യം കീലിംഗ്. ഒന്നുകൂടി, മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിന്റെ മലബാറിലേക്ക് ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമന്റെ രാജാവായിരുന്ന ആ രാജാവിന്റെ പ്രതിനിധിയായിരുന്ന സർ തോമസ് റോയെ എത്തിച്ച കപ്പൽ വ്യൂഹത്തെ നയിച്ചത് ആരായിരുന്നു? ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ്. അതുകൂടി അറിഞ്ഞിരിക്കണം. ഇദ്ദേഹമാണ് കോക്കസ് ദ്വീപുകളുടെ കണ്ടെത്തലിലൊക്കെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ആര്? വില്യം കീലിംഗ്. 1609 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 3ാം കപ്പൽ യാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് അദ്ദേഹം ക്യാപ്റ്റൻ വില്യം കീലിംഗ് കോക്കോസ് ദ്വീപുകളെ കണ്ടെത്തിയത്. അതായത് ഇദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഈ കോക്കോസ് ദ്വീപുകളെ കീലിംഗ് ദ്വീപുകൾ എന്ന് പിന്നീട് പേര് നൽകുന്നത്. കീലിംഗ് ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് ഈ കോക്കോസ് ദ്വീപുകളാണ്. അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് 1604 കമ്പനിയുടെ 2ാമത്തെ കപ്പൽ യാത്രയിൽ സുസന്ന എന്ന കപ്പൽ, ആ കപ്പലിന്റെ പേര് അറിഞ്ഞിരിക്കണം, സുസന്ന എന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു ആര്? വില്യം കീലിംഗ്. 1607 3ാം യാത്രയില് റെഡ് ഡ്രാഗൺ, ഹെക്ടർ എന്നീ കപ്പലുകളുടെ കമാൻഡറായിട്ടൊക്കെ വർത്തിച്ചിട്ടുള്ള വ്യക്തി കൂടിയായിരുന്നു ക്യാപ്റ്റൻ വില്യം കീലിംഗ്. ഓക്കെ അല്ലേ? ആരുടെ? റാൽഫിച്ച്. ആരാന്നറിയോ? 16ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച പ്രമുഖനായ ഇംഗ്ലീഷ് വ്യാപാരിയും സഞ്ചാരിയുമായിരുന്നു റാൽഫിച്ച്. അതായത് ആദ്യത്തെ ഇംഗ്ലീഷ് സഞ്ചാരികളിൽ ഒരാളായിരുന്നു റാൽഫിച്ച്. മുഗൾ ചക്രവർത്തിയായ അക്ബറുടെ കാലത്താണ് ഈ റാൽഫിച്ച് ഇന്ത്യ സന്ദർശിക്കുന്നത്. അക്ബറുടെ ദർബാറിൽ 1585 ഈ റാൽഫിച്ച് അക്ബറുടെ തലസ്ഥാനമായിട്ടുള്ള നമുക്കറിയാം ഫത്തേപൂർ സിക്രി ആഗ്രയ്ക്ക് ആര് സന്ദർശിക്കുന്നുണ്ട്? റാൽഫിച്ച് സന്ദർശിക്കുന്നുണ്ട്. ഈ നഗരങ്ങൾ അന്നത്തെ ലണ്ടനേക്കാൾ വലുതാണെന്ന്, ഫത്തേപൂർ സിക്രിയും ആഗ്രയൊക്കെ അന്നത്തെ ലണ്ടനേക്കാൾ വലുതാണെന്ന് അദ്ദേഹം, അതായത് റാൽഫിച്ച് തന്റെ കുറിപ്പുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? റാൽഫിച്ചിന്റെ ലക്ഷ്യം, യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എലിസബത്ത് ഒന്നാമൻ രാജ്ഞിയുടെ കത്തുമായിട്ടാണ് റാൽഫിച്ച് ഇന്ത്യയിൽ എത്തുന്നത്. ഇംഗ്ലീഷ് വ്യാപാരികൾക്ക് ഇന്ത്യയിൽ വ്യാപാരം നടത്തുന്നതിനുള്ള
സാധ്യതകൾ പഠിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് റാൽഫിച്ച്. ഓക്കെ അല്ലേ? ഇനി അതിനോടൊപ്പം തന്നെ മറ്റൊരു പോയിന്റും കൂടി അറിഞ്ഞിരിക്കണം. ഈ റാൽഫിച്ചിന്റെ ഒരു കപ്പലുണ്ട്, ടൈഗർ എന്ന് പറയുന്നത്. നമ്മുടെ ഷേക്സ്പിയറുടെ മാക്ബെത്ത് എന്ന നാടകത്തിൽ അദ്ദേഹത്തിന്റെ കപ്പലായിട്ടുള്ള ഈ ടൈഗറിനെ കുറിച്ചൊക്കെ പരാമർശം നടത്തുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വില്ലിയുടെ ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധമായിട്ട് ഈ കഴ്സൺ വില്ലിയെ വധിച്ചത് ആരെന്നാണ് ഉത്തരം. EML ഡിംഗ്രയാണ്. അതുകൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, ആരാണ്? ML ഡിംഗ്ര. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വില്ലിയുടെ ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധമായി കഴ്സൺ വില്ലിയെ വധിച്ചത് ML ഡിംഗ്രയാണ്. ആരാണ് ഈ ML ഡിംഗ്ര എന്നറിയോ? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വധിച്ച ധീരനായ ഇന്ത്യൻ വിപ്ലവകാരിയാണ് മദൻലാൽ ഡിംഗ്ര എന്ന ML ഡിംഗ്ര. ഓക്കെ അല്ലേ? 1883 സെപ്റ്റംബർ 18 ML ഡിംഗ്ര ജനിക്കുന്നത്. 1909 ഓഗസ്റ്റ് 17 മരണപ്പെടുകയും ചെയ്ത്. അദ്ദേഹം ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ വില്യം ഹട്ട് കഴ്സൺ വൈലി എന്നാണ് പൂർണ്ണനാമം. വില്യം ഹട്ട് കഴ്സൺ വൈലിയെ വധിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇദ്ദേഹം ജനിച്ചത് അമൃത്സറിലാണ് ജനിച്ചത്. ലണ്ടനിൽ വെച്ച് ശ്യാംജി കൃഷ്ണവർമ്മ സ്ഥാപിച്ച ഇന്ത്യൻ ഹൗസ് ഉണ്ട്. ഈ ഇന്ത്യൻ ഹൗസുമായി അദ്ദേഹം അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ബന്ധപ്പെടുകയും അവിടെ വെച്ചിട്ടാണ് വിനായക് ദാമോദർ സവർക്കർ, VD സവർക്കർ, അതുപോലെ തന്നെ മാഡം കാമ തുടങ്ങിയ വിപ്ലവകാരികളുമായിട്ട് ML ഡിംഗ്ര എന്ത് ചെയ്യുന്ന സൗഹൃദത്തിലാകുന്നത്. 1909 കഴ്സൺ വൈലി വധം നടക്കുന്നത്. ഈ കഴ്സൺ വൈലി വധം നടക്കുന്നത് 1909 ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഇന്ത്യയോടുള്ള ക്രൂരതകൾക്കും അടിച്ചമർത്തലുകൾക്കും എതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് കഴ്സൺ വില്ലി വധം നടന്ന ML ഡിംഗ്ര. 1909 ജൂലൈ 1 ലണ്ടനിലെ ഇംപീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ് കഴ്സൺ വൈലിയെ ML ഡിംഗ്ര വെടിവെച്ച് കൊല്ലുന്നത്. ഇതിനിടെ ഈ കഴ്സൺ വൈലിയെ രക്ഷിക്കാൻ ഡോക്ടർ കവാസ് ലാൽക്കാക്കയും ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിനും വെടിയേറ്റു മരിക്കുന്നുണ്ട്. അങ്ങനെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ ML ഡിംഗ്രയെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കോടതിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ML ഡിംഗ്ര തന്റെ പ്രവൃത്തിയൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. അത് തന്റെ മാതൃരാജ്യത്തിന് വേണ്ടിയുള്ള ധീരമായിട്ടുള്ള പ്രതികാരമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. 1909 ഓഗസ്റ്റ് 17 ലണ്ടനിലെ പെൻഡൻവിൽ ജയിലിൽ വെച്ച് ML ഡിംഗ്രയെ എന്ത് ചെയ്യുന്നുണ്ട്? തൂക്കിലേറ്റുന്നുണ്ട്. അതും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് 25 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു വാക്കുകളുണ്ട്, ഒരു കോട്ടുണ്ട്, എക്സാമിന് ചോദിക്കാം. എന്റെ ഏക പ്രാർത്ഥന ഒരേ അമ്മയുടെ മകനായി വീണ്ടും ജനിക്കണമെന്നും രാജ്യം സ്വതന്ത്രമാകുന്നത് വരെ ഇതേ പുണ്യലക്ഷ്യത്തിനായി വീണ്ടും മരിക്കണമെന്നുമാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് ആരുടെ വാചകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ML ഡിംഗ്രയുടെ ആണ്. എന്താണ്? എന്റെ ഏക പ്രാർത്ഥന ഒരേ അമ്മയുടെ മകനായി വീണ്ടും ജനിക്കണമെന്നും രാജ്യം സ്വതന്ത്രമാകുന്നത് വരെ ഇതേ പുണ്യലക്ഷ്യത്തിനായി വീണ്ടും മരിക്കണമെന്നുമാണ്. ഇത് ML ഡിംഗ്രയുടെ വാക്കുകളാണ്. 1976 ഡിസംബർ 13 ലണ്ടനിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സായുധ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ആവേശം പകർന്ന വ്യക്തിത്വമായിരുന്നു ML ഡിംഗ്ര എന്ന മദൻലാൽ ഡിംഗ്ര. ഓക്കെ അല്ലേ? കുറെ വെറൈറ്റി പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഓപ്ഷൻ എയിലേക്ക് നോക്കി. പ്രഫുല്ല ചാക്കി. ആരാണ് ഈ പ്രഫുല്ല ചാക്കി? കേട്ടിട്ടുണ്ടോ? നമ്മൾ കുതിരാംബോസ് തൊട്ട് താഴെ സീല് കിടപ്പുണ്ട് അല്ലെ? കുതിരാംബോസിന് കേട്ടിട്ടുണ്ടാവും. ബംഗാളിലെ മുസാഫർപൂർ ബോംബ് കേസിൽ കുതിരാംബോസിനൊപ്പം
പങ്കാളിയായിരുന്ന വ്യക്തിയായിരുന്നു ഈ പ്രഫുല്ല ചാക്കി എന്ന് പറയുന്നത്. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷികളിൽ ഒരാളാണ് ആര്? പ്രഫുല്ല ചാക്കി. 1888 ഡിസംബർ 10 ജനിക്കുകയും 1908 മെയ് 1 കൊല്ലപ്പെടുകയും ബ്രിട്ടീഷ് സ്വന്തം ജീവൻ എന്ത് ചെയ്ത് ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ബലിയർപ്പിച്ച ധീരനാണ് ആര്? പ്രഫുല്ല ചാക്കി. അദ്ദേഹം അന്ന് അവിഭക്ത ബംഗാളിലെ ബോഗ്ര ജില്ലയിൽ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിന്റെ ഭാഗമായിട്ടുള്ള ബോഗ്ര ജില്ലയിൽ ജനിച്ച വ്യക്തിയാണ് പ്രഫുല്ല ചാക്കി. ഈ മുസാഫർപൂർ ബോംബ് കേസ് അത് നടക്കുന്നത് 1908 ഇന്ത്യൻ വിപ്ലവകാരികളോട് ക്രൂരമായി പെരുമാറിയിരുന്ന ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു. ആ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റിന്റെ പേര് ഡഗ്ലസ് കിങ്സ്ഫോർഡ്. ഈ ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ വധിക്കാൻ വിപ്ലവകാരികളൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ വിപ്ലവകാരിൽപ്പെട്ടതാണ് പ്രഫുല്ല ചാക്കി, അതുപോലെ തന്നെ ഖുദിറാം ബോസ്. ഈ ദൗത്യം ഏൽപ്പിച്ചത് ഖുദിറാം ബോസിനെയും പ്രഫുല്ല ചാക്കിയെയുമാണ്. ആരെ വധിക്കാനായിട്ട്? ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് ആയിരുന്ന ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ. 1908 ഏപ്രിൽ 30 ബംഗാളിലെ മുസാഫർപൂരിൽ വെച്ചിട്ട് കിങ്സ്ഫോർഡ് സഞ്ചരിച്ചിരുന്ന വണ്ടിക്ക് നേരെ അവർ ബോംബൊക്കെ എറിഞ്ഞു. പക്ഷെ അദ്ദേഹം ആ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. പകരം 2 ബ്രിട്ടീഷ് സ്ത്രീകളാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ സംഭവത്തിന് ശേഷം ഇരുവരും വ്യത്യസ്ത വഴികളിലൂടെയൊക്കെ രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചു. ഈ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ സമസ്തിപൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് നന്ദലാൽ ബാനർജി എന്ന പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് പ്രഫുല്ല ചക്കിയെ കുറിച്ചൊക്കെ സംശയം തോന്നുകയും 1908 മെയ് 1 മൊക്കാമ സ്റ്റേഷനിൽ വെച്ച് പോലീസ് അദ്ദേഹത്തെ വളയുകയും ശത്രുക്കൾക്ക് ജീവനോടെ പിടികൊടുക്കാൻ ആഗ്രഹിക്കാത്ത പ്രഫുല്ല ചക്കി എന്ത് ചെയ്ത് സ്വന്തം റിവോൾവർ ഉപയോഗിച്ച് തലയ്ക്ക് വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അഗ്നിയുഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലെ ഉജ്ജ്വലമായ അധ്യായമായിരുന്നു ആരുടേത്? പ്രഫുല്ല ചാക്കിയുടേത്. അതും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? നമ്മൾ കുറേയധികം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു 1908 മുസാഫർപൂർ ബോംബ് കേസ്. ഇതിൽ പങ്കെടുത്ത മറ്റൊരു വ്യക്തിയാണ് ഖുദിറാം ബോസ് അല്ലേ? അപ്പോൾ ഈ സംഭവത്തിന് ശേഷം മുസാഫർപൂരിൽ വെച്ചിട്ട് കിങ്സ്ഫോർഡിനെ കൊലപ്പെടുത്താൻ അത് ശ്രമിച്ചു എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു വണ്ടിക്ക് ബോംബ് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ഖുദിറാമിനെ വൈനി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് പിടികൂടുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനാണ് വൈനി. ഈ വൈനി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് അറിയപ്പെടുന്നത് ഖുദിറാം ബോസ് പൂസ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. 1908 ഓഗസ്റ്റ് 11 ഖുദിറാം ബോസിനെ എന്ത് ചെയ്യുന്നുണ്ട്? മുസാഫർപൂർ ജയിലിൽ വെച്ചിട്ട് തൂക്കിലേറ്റുന്നുണ്ട്. തൂക്കുമരത്തിലേക്ക് നടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു. കയ്യിൽ ഭഗവത്ഗീത മുറുകെ പിടിച്ചിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഖുദിറാം ബോസ്. നമുക്കറിയാം ബംഗാളിലെ നാടൻ പാട്ടുകളിലും സാഹിത്യത്തിലും ഖുദിറാം ബോസിന്റെ ധീരതയൊക്കെ ഇന്നും വാഴ്ത്തിപ്പാടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വൈനി റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് ഖുദിറാം ബോസ് പൂസ എന്ന പേരിൽ മാറ്റിയെന്ന് പറഞ്ഞു. ബീഹാറിലെ മുസാഫർപൂർ ജില്ലയിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ വൈനി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ഈ വൈനി സ്റ്റേഷൻ. ആ വൈനി സ്റ്റേഷനെയാണ് പിന്നീട് എന്ത് പേര് മാറ്റിയത്? ഖുദിറാം ബോസ് പൂസ എന്ന് പുനർനാമകരണം ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി അടുത്ത ശ്യാംജി കൃഷ്ണവർമ്മ. ആരായിരുന്നുണ്ട് ശ്യാംജി കൃഷ്ണവർമ്മ? കേട്ടിട്ടുണ്ടോ? ബ്രിട്ടനിൽ ഇരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വിപ്ലവകരമായ അടിത്തറ പാകിയ പ്രമുഖ പണ്ഡിതനും അഭിഭാഷകനും വിപ്ലവകാരിയും ഒക്കെ ആയിരുന്നടേ ആര്? ശ്യാംജി കൃഷ്ണവർമ്മ. 1857 ജനിക്കുകയും 1930 മരണമടയുകയും ചെയ്തു. എക്സാമിന് ചോദിക്കും. ലണ്ടനിൽ വിദേശത്തുള്ള ഇന്ത്യൻ വിപ്ലവകാരിയുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഇന്ത്യ ഹൗസ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മയാണ് കേട്ടോ. അപ്പോൾ ലണ്ടനിൽ വിദേശത്തുള്ള ഇന്ത്യൻ വിപ്ലവകാരികളുടെ പ്രധാന കേന്ദ്രമായിട്ടുള്ള ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ഈ ശ്യാംജി കൃഷ്ണവർമ്മയാണ്. 1905 ലണ്ടനിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹോസ്റ്റൽ സ്ഥാപിക്കുകയും ഇത് ക്രമേണ എന്തായിരുന്നുണ്ട്? വിനായക ദാമോദർ സവർക്കറിന്റെയും മദൻലാൽ ധീംഗ്ര തുടങ്ങിയ, അതാണ് നമ്മൾ നേരത്തെ പഠിച്ച ML ധീംഗ്ര
ഈ ML ഡിംഗ്ര തുടങ്ങിയ വിപ്ലവകാരികളുടെ പ്രധാന ഒത്തുചേരൽ കേന്ദ്രമൊക്കെ ആയി മാറുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ശ്യാംജി കൃഷ്ണവർമ്മ ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച മാസികയാണ് ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്ന മാസിക. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി 1905 ഫെബ്രുവരിയിൽ ലണ്ടനിൽ വെച്ച് ശ്യാംജി കൃഷ്ണവർമ്മ രൂപീകരിച്ചതാണ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്ന് പറയുന്ന 1905. ഇന്ത്യയിൽ സ്വയംഭരണം വേണമെന്നതായിരുന്നു ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി 1905 ശ്യാംജി കൃഷ്ണവർമ്മ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടെ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ശ്യാംജി കൃഷ്ണവർമ്മ ജനീവയിൽ വെച്ചിട്ടാണ് 1930 മാർച്ച് 30 ജനീവയിൽ വെച്ചിട്ടാണ് ശ്യാംജി കൃഷ്ണവർമ്മ അന്തരിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഭാരതം സ്വതന്ത്രമായ ശേഷം മാത്രമേ തൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാവൂ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച വ്യക്തി കൂടിയാണ് ആര്? ശ്യാംജി കൃഷ്ണ വർമ്മ. ഇതനുസരിച്ചിട്ട് 2003 അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നുണ്ട്? സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും മാണ്ഡവിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ക്രാന്തി തീർത്ത് എന്ന പേരിൽ ഒരു സ്മാരകമൊക്കെ പണി കഴിപ്പിക്കുന്നുണ്ട്. ആരുടെ പേരിൽ? ശ്യാംജി കൃഷ്ണവർമ്മയുടെ പേരിൽ. അപ്പോൾ ഇത്രയും വസ്തുതകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുറേയധികം വെറൈറ്റി പോയിന്റുകളും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഈ വെറൈറ്റി പോയിന്റ്സ് ഒക്കെ ഇനിയുള്ള എക്സാമിന് ഒരു പക്ഷേ ചോദിക്കുക. അതുകൊണ്ട് കേട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ, ടേക്ക് കെയർ.